ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് കൈവച്ചതെല്ലാം പാളുകയാണ്. ആദ്യം എല്ലാ രാജ്യങ്ങളെയും പാഠം പഠിപ്പിക്കാനായി പകരം തീരുവ പ്രഖ്യാപിക്കുന്നു. പണി നടക്കുന്നില്ലെന്ന് കാണുമ്പോൾ 90 ദിവസത്തെ ഇടവേള. പിന്നെ ചൈനയെ മാത്രം പാഠം പഠിപ്പിക്കാമെന്നായി. അങ്ങനെ ചൈനയ്ക്കെതിരായ തീരുവ കൂട്ടി. ഒടുവിൽ കൂട്ടി 145% വരെ എത്തിച്ചു. ഇപ്പോഴിതാ ആ റൂട്ടിൽ നിന്നും യു ടേൺ അടിക്കുകയാണ് ട്രംപ്. ചൈനീസ് ചരക്കുകൾക്ക് മേൽ ഏർപ്പെടുത്തിയ വലിയ തീരുവ ഗണ്യമായി കുറയുമെന്നാണ് ട്രംപ് പറയുന്നത്. അതായത് നിലവിലെ 145% നിന്ന് ഇറക്കുമതി തീരുവ കുറയ്ക്കുമെന്ന്. പക്ഷേ അതൊരിക്കലും 0 ആയിരിക്കില്ലെന്നും പറയുന്നുണ്ട് അദ്ദേഹം. ഏപ്രിൽ 22-ന് വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. ഇറക്കുമതി തീരുവ കുറയ്ക്കണമെങ്കിൽ ചൈന മുൻകൈയെടുത്ത് ചർച്ചയ്ക്ക് വരണമെന്ന പിടിവാശിയിൽ നിന്നാണ് ട്രംപിന്റെ ഈ മനംമാറ്റം. പ്രതീക്ഷിച്ചത് കിട്ടുകയുമില്ല, കയ്യിലുള്ളത് പോവുകയും ചെയ്യും എന്ന ടെൻഷനായിരിക്കണം ചൈനയ്ക്കെതിരായ വ്യാപാര യുദ്ധത്തിലും താൽക്കാലിക വിരാമമിടാമെന്ന ട്രംപിന്റെ ആലോചനയ്ക്ക് പിന്നിലുള്ളത്. 145% തീരുവ എന്നത് വളരെ കൂടുതലാണെന്നായിരുന്നു ട്രംപ് പ്രതികരിച്ചത്. അതങ്ങനെ തുടരില്ല എന്നും മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ട്രംപ് മറുപടി പറഞ്ഞു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഉയർന്ന താരിഫ് നിരക്കുകൾ സമ്പദ് വ്യവസ്ഥകൾക്കിടയിലെ വ്യാപാരത്തിന് തിരിച്ചടിയായി എന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ചൈനയുമായുള്ള വ്യാപാര യുദ്ധം സുസ്ഥിരമല്ലെന്നും സമീപ ഭാവിയിൽ സംഘർഷാവസ്ഥ കുറഞ്ഞേക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. വിപണിക്കുണ്ടാക്കിയ അസ്ഥിരതയാണ് ട്രംപിനെ കൊണ്ട് മാറ്റി ചിന്തിപ്പിച്ചത് എന്നാണ് മറ്റൊരു വിലയിരുത്തൽ. ട്രഷറി സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെ അമേരിക്കൻ ഏഷ്യൻ ഓഹരി വിപണികളിൽ പോസിറ്റീവായ പ്രതിഫലനവും ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിലെ വ്യാപാര യുദ്ധം ആഗോള വിപണിയെ തകർച്ചയിലേക്ക് തള്ളിവിടുകയും വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും മാന്ദ്യമെന്ന ഭീതി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ നടപടികൾക്കെതിരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുകയായിരുന്നില്ല ചൈന. പകരം അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയായിരുന്നു. അമേരിക്കൻ വിപണിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ സാധിക്കുമോ ആ വഴികളെല്ലാം കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്കിടെ ചൈന അവലംബിച്ചു. ചൈനയെ പൂട്ടാൻ അമേരിക്ക മറ്റ് രാജ്യങ്ങളെ തങ്ങൾക്ക് പിന്നിൽ അണിനിരത്താനുള്ള ശ്രമവും നടത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന തീരുവയിൽ ഇളവ് വേണമെങ്കിൽ ചൈനയുമായുള്ള ബന്ധത്തിൽ അമേരിക്കയുടെ നിബന്ധന അംഗീകരിക്കണമെന്നായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ച ഉപാധി. എന്നാൽ അത്തരമൊരു കരാറിൽ ഏർപ്പെടുന്നവർക്ക് മുന്നറിയിപ്പുമായി ചൈനയും രംഗത്തെത്തിയിരുന്നു. കൂടാതെ അമേരിക്കയുമായി ഇടപാടുകൾ നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന തരത്തിൽ 3ാം ലോക രാജ്യങ്ങളിൽ സമ്മർദ്ദം പ്രയോഗിക്കാനും ചൈന ആരംഭിച്ചിരുന്നു. കൊറിയ ഇക്കണോമിക് ഡെയിലിയുടെ റിപ്പോർട്ട് പ്രകാരം പല കൊറിയൻ കമ്പനികൾക്കും ചൈനീസ് സർക്കാർ കത്തയച്ചിരുന്നു. നിർണായക ധാതുക്കളടങ്ങിയ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ US സൈനിക കരാറുകാർക്ക് കൈമാറിയാൽ പ്രതികാര നടപടി ഉണ്ടാകുമെന്നായിരുന്നു ചൈനയുടെ മുന്നറിയിപ്പ്. അമേരിക്ക ആരംഭിച്ച താരിഫ് യുദ്ധത്തെ ചൈന ഭയക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു അവർ ആദ്യം തൊട്ടേ പറഞ്ഞിരുന്നത്. പക്ഷേ ചൈന അങ്ങനെ ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ലെന്നും ചർച്ചയ്ക്കുള്ള വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ പകരച്ചുങ്കം കുറയ്ക്കുമെന്ന ട്രംപിന്റെ സൂചന വ്യാപാര യുദ്ധത്തിൽ ചൈനയ്ക്ക് മേൽക്കൈ നൽകുമെന്നാണ് കരുതപ്പെടുന്നത്. തീരുമാനങ്ങൾക്ക് പിന്നിൽ മറ്റു ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല.